വഹാബികൾ പഴച്ചവരാണ്, ജമാഅത്തെ ഇസ്ലാമി പഴച്ചവരാ, തബ്ലീഗ് ജമാഅത്ത് പഴച്ചവരാ. ലോകത്ത് ആദ്യം ഖാദിയാനികൾ ഇസ്ലാമിക വിരുദ്ധരാണ്, ഇസ്ലാം എന്ന് പുറത്താണ് എന്ന് പറഞ്ഞ സംഘടന സമസ്തയാ. ഒരുപാട് കള്ളത്തരീക്കത്തുകൾ പഴച്ചവരാ. അങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് പോകരുത്. കാരണം എന്തുകൊണ്ടാ സമസ്ത അങ്ങനെ പറയേണ്ടി വരുന്നത്? നേരായ വഴി ഒന്നേ ഉള്ളൂ, പഴച്ച വഴികൾ കുറെയാണ്. സിറാത്തുൽ മുസ്തഖീം ഒന്നേ ഉള്ളൂ, ഗൈറുൽ മഗ്ദൂബി അലൈഹിം കുറെയുണ്ട്, വലദ്ദാലീൻ കുറെയുണ്ട്. ഈ പഴച്ചുപോയ വഴികളും അള്ളാന്റെ ദേഷ്യം കിട്ടുന്ന വഴികളും അത് വകതിരിച്ച് കാണിച്ചു കൊടുക്കല സമസ്തയുടെ വഴി. അതുകൊണ്ട് സമസ്തക്ക് ഇവരൊക്കെ ശത്രുക്കളാവും. ഒരു ചെറിയ വഴി പിഴവ് കണ്ടാൽ സമസ്ത തിരുത്തും. പ്രത്യേകിച്ച് സമസ്തക്കകത്തുള്ള ആളുകൾക്ക് ഒരു ചെറിയ മാർഗഭ്രംശം സംഭവിച്ചാൽ സമസ്ത തിരുത്തണ്ടേ? സമസ്തക്ക് പുറത്തുള്ളവരെ മാത്രമല്ല, അകത്തുള്ളവരിലും ചെറിയ സ്ഖലിതങ്ങൾ ഉണ്ടായാൽ പോലും സമസ്ത തിരുത്തും. അതാണ് സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൃത്യമായ ഒരു തീരുമാനം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ അത് കൃത്യമായി പറഞ്ഞു നമ്മുടെയൊക്കെ മുന്നിൽ. ആരോടും ഒരു വേദനയും വിരോധവും ഉണ്ടായിട്ടല്ല. ഞാൻ ഇൻഷാ അല്ലാഹ് 9 കാര്യങ്ങൾ ഇവിടെ വേഗത്തിൽ അവതരിപ്പിച്ച് അവസാനിപ്പിക്കാം. CIC-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതൊരു വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാനാണ് എന്ന് ആരും മനസ്സിലാക്കണ്ട. ഞങ്ങളൊക്കെ ഓരോ പ്രസംഗം കഴിയുമ്പോ, ഇത് കഴിഞ്ഞാൽ വാട്സപ്പിൽ കുറെ മെസ്സേജ് വരും, കുറെ വാട്സപ്പ് വിളി വരും, പലതും ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇത് ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളോട് ഓർമ്മപ്പെടുത്തുന്നത്, സമസ്ത ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാനല്ല ഇത് പറയുന്നത്. സമസ്ത ഇത് പറയുന്നത്, ഈ വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ സമസ്തയുടെ റൂട്ടിൽ തന്നെ പോകണം. ഒരു ചെറിയ മാർഗഭ്രംശം പോലും സംഭവിക്കാതെ ജാമിയയുമായി ബന്ധപ്പെട്ട തീരുമാനം ബഹുമാനപ്പെട്ട സമസ്ത ഇന്നൊരു നിർണായകമായ തീരുമാനം പറഞ്ഞു. കാരണം ജാമിയയാണെങ്കിലും ദാറുൽ ഹുദ സ്ഥാപനങ്ങളാണെങ്കിലും വാഫി സംവിധാനങ്ങളാണെങ്കിലും നമ്മുടെ സമസ്തയുടെ കീഴിൽ വളർന്ന് പന്തലിച്ച എല്ലാ വിദ്യാഭ്യാസ സംവിധാനങ്ങളും സമസ്തയുടെ റൂട്ടിൽ തന്നെ പോകണം. അത് സമസ്തക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് സമസ്തയിലെ നിർദ്ദേശങ്ങൾ പറയുക സ്വാഭാവികമാണ്. ഞങ്ങൾക്കൊക്കെ ജാമിയയിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. 2 വസിയത്തുകൾ ബഹുമാനപ്പെട്ട ഉലമാക്കൾ നൽകുന്നുണ്ട്. ഞങ്ങളൊക്കെ ജാമിയയിൽ പഠിക്കുന്ന കാലത്ത് കാളമ്പാടി ഉസ്താദ്, ബഹുമാനപ്പെട്ട കുമരംപുത്തൂർ ഉസ്താദ്, രണ്ടുപേരും സമസ്തയുടെ പ്രസിഡന്റുമാരായിരുന്നു. ബഹുമാനപ്പെട്ട മഹാനായ ചേലക്കാട് ഉസ്താദ്, ബഹുമാനപ്പെട്ട കടങ്ങഴി ഉസ്താദ്, ബഹുമാനപ്പെട്ട മഹാന്മാരായ മുൻഗാമികളായ ഒരുപാട് വലിയ വലിയ മുതിർന്ന സ്വാലിഹ്യങ്ങളായ മശായിഖന്മാർ, ഇന്നാ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർ ശൈഖുന ആലിക്കുട്ടി ഉസ്താദും കൂട്ടുമല മൊയ്തീൻകുട്ടി ഉസ്താദും മാത്രമാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ വഫാത്തായി പോയി. അവരുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. കരുവാരക്കുണ്ട് ശൈഖുന KK ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ അവര് ഞങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തന്നതിൽ പറയുന്നത് 2 വസിയത്ത്. 1, നിങ്ങൾ മക്കളെ തഖ്വയോടുകൂടെ ജീവിക്കണം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശുദ്ധമായ ആശയാദർശങ്ങളൊക്കെ നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കണം. 2ാമത്തെ വസിയത്ത് വസാനിയൻ ബിത്തമസ്സുകി ബിഖവാനീനി ജംഇയ്യത്തുൽ ഉലമാ ഇലി ഉമൂമി സമസ്ത കേരള വഖറാറാത്തിഹാ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനങ്ങളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിയമങ്ങളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടുകളും അത് അതാത് കാലത്ത് ഇപ്പോ ഫൈലി എന്ന് എനിക്ക് പറയണമെങ്കിൽ, ഞാൻ ഫൈലി ആവണമെങ്കിൽ ഇപ്പോൾ സമസ്ത എടുക്കുന്ന തീരുമാനം അത് ഞാൻ അംഗീകരിച്ചാലേ ഞാൻ ഫൈലി ആവുകയുള്ളൂ എന്നിട്ട് പറയുന്നുണ്ട്. അത് സമസ്തക്കാരാവണം. സമസ്തയുടെ തീരുമാനങ്ങളും സമസ്തയുടെ ലക്ഷ്യങ്ങളും അതൊക്കെ പ്രചരിപ്പിക്കാനും ഒക്കെ നിങ്ങൾ പ്രവർത്തിക്കണം എന്നിട്ട് പറയുന്നുണ്ട്. വനുനബ്ബിഹു അന്നഹു മതാ ലഹറ മിൻഹു മുഖാലഫത തിൽകൽ ഖവാനീനി വൽ ഖറാറാത്തി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനങ്ങൾക്കും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിയമങ്ങൾക്കും നിങ്ങൾ എപ്പോഴാണോ എതിരാകുന്നത് അപ്പോൾ ഈ സർട്ടിഫിക്കറ്റിനും ഞങ്ങൾ നൽകിയ ഇജാസത്തിനും ഒരു വിലയും ഉണ്ടാവുകയില്ല. ഈ ഇജാസത്ത് അപ്പം മുറിഞ്ഞു പോകും എന്നാണ് ഞങ്ങളുടെ നേതാക്കൾ ഞങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തന്നിട്ടുള്ളത്. ഇത് ഓരോ ഫൈലിമാരുടെ സർട്ടിഫിക്കറ്റിലും നോക്കിയാൽ കാണാം. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഉൾപ്പെടെയുള്ള ഫൈലി പണ്ഡിതന്മാരോടാണ് പറയുന്നത്, നമ്മൾ എന്നാണോ സമസ്തക്കെതിരാകുന്നത് അപ്പോൾ നമ്മുടെ സനത് മുറിഞ്ഞു പോകും. സനത് ഒരു ഇജാസത്താണ്.
ഇതാ സമസ്തയുടെ വഴി. സമസ്തയുടെ ആദ്യത്തെ അറബി കോളേജ് ജാമിയ, സമസ്ത അറബി കോളേജ് കമ്മിറ്റി എന്നാണ് ആ കമ്മിറ്റിയുടെ പേര്. ആ ജാമിയ ഉൾപ്പെടെയുള്ള സകല ജാമിയുടെ പേരക്കുട്ടികൾ ജാമിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടാണ് വാഫി സംവിധാനം പ്രവർത്തിച്ചിരുന്നത്. ഞങ്ങളൊക്കെ ജാമിയയിൽ പഠിക്കുന്ന സമയത്ത് വാഫി വഫിയ ബിരുദമില്ല. അന്ന് ഫൈലിമാരാ. 2 കൊല്ലം ഞങ്ങളുടെ കൂടെ ഒക്കെ പഠിച്ച ആളുകൾ അന്ന് ഫൈലിമാരാ. അവര് വളാഞ്ചേരി മർക്കസിൽ പഠിച്ച് എന്നിട്ട് അവർ ജാമിയയിലേക്ക് വരും. പിന്നീട് അവർ 1 കൊല്ലം അവിടെ ആവശ്യപ്പെട്ടു. അത് നടക്കൂലെന്നറിയാം. ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അന്നേ ആവിഷ്കരിച്ച തന്ത്രമായിരുന്നു ജാമിയയിൽ നിന്ന് വേർപെട്ടു പോകാൻ, സമസ്തയിൽ നിന്ന് വേർപെട്ടു പോകാൻ ഞങ്ങൾക്ക് 1 കൊല്ലം എന്ന് അനുവദിച്ചു തരണമെന്നത്. പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ അന്ന് കൂടിയ മീറ്റിംഗ് അത് തള്ളിക്കളഞ്ഞു. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അന്ന് മുതലേ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവരാണ് സമസ്തയെ ഉപേക്ഷിച്ചത്. ആദ്യം ഒഴിവാക്കിയത് CIC സമസ്തയാണ് ഒഴിവാക്കിയത്. അതിന്റെ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ തിരൂരിലെ പ്രസംഗത്തിൽ അതിന്റെ കൃത്യമായ ഡേറ്റുകൾ പറഞ്ഞ നാൾ വഴികളൊക്കെ വിശദീകരിച്ചിരുന്നു. ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. സമസ്തയെ ആദ്യം ഒഴിവാക്കിയത്, ഭരണഘടനയിൽ നിന്ന് സമസ്തയെ ഒഴിവാക്കിയത്, സമസ്തയെ സർട്ടിഫിക്കറ്റിൽ നിന്ന് ഒഴിവാക്കിയത്, സമസ്തയെ ഒഴിവാക്കുന്നു എന്ന് ആദ്യം തീരുമാനം പ്രഖ്യാപിച്ചത്, ഇതൊക്കെ അവരിങ്ങോട്ടാണ്. പക്ഷെ എന്നിട്ടും സമസ്ത ആരോടും പറയാതെ പരസ്യപ്പെടുത്താതെ ചർച്ചകളുമായി മുന്നോട്ട് പോയി സമസ്ത ഈ സംവിധാനം കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു വാഫി വഫിയ സംവിധാനം, CIC സംവിധാനം സമസ്തയുടെ കൂടെ നിൽക്കണം. അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം, സമസ്തയുടെയും ആഗ്രഹം. ഇന്നും സമസ്ത പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് തന്നെയാണ്. അവിടുന്ന് ഒരിക്കലും പുറകിലേക്ക് പോകുന്നില്ല. കാരണം ഇന്നത്തെ ആ തീരുമാനം നമ്മളൊക്കെ കേട്ടതാണ്. ബഹുമാനപ്പെട്ട സമസ്ത കൃത്യമായി ലെറ്റർ പേഡിൽ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഞാൻ വേഗത്തിൽ വായിക്കാം. അബ്ദുൽ ഹക്കീം ഫൈലി ആദർശേരി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തം ഉള്ളതോ ആയ ഒരു വിദ്യാഭ്യാസ സംവിധാനവുമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ബന്ധമില്ലെന്നത് സമസ്ത മുശാവറ നേരത്തെ തീരുമാനിച്ച് പ്രഖ്യാപിച്ചതാണ്. CICയുടെ ജനറൽ സെക്രട്ടറിയായി അബ്ദുൽ ഹക്കീം ഫൈലി ആദർശേരി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിനാലും, കാരണം ഒരു മസ്ലഹത്ത് നടക്കാതെ സമസ്തയോട് കൂടിയാലോചിക്കാതെ വീണ്ടും അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി ആക്കിയതിനാലും, സമസ്തയുടെ നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും കൂടിയെടുത്ത 9 തീരുമാനങ്ങൾ CIC അംഗീകരിച്ച് നടപ്പാക്കാത്തതിനാലും അബ്ദുൽ ഹക്കീം ഫൈലി ആദർശേരി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ CIC സംവിധാനവുമായി സമസ്തക്ക് ബന്ധമില്ലെന്ന് യോഗം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. ഇന്നത്തെ പ്രഖ്യാപനാണ്. ഈ നിമിഷം വരെ അങ്ങനെയാണ്. ഇനി ബഹുമാനപ്പെട്ട സമസ്ത പറയുന്നുണ്ട്, എന്നാൽ അവിടെ ഒരു ഖൈദ്, എന്നാൽ ഇരു നേതാക്കളും എടുത്ത 9 തീരുമാനങ്ങൾ CICയെ കൊണ്ട് അംഗീകരിപ്പിക്കാമെന്ന് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ സമസ്ത നേതാക്കളോട് പറഞ്ഞത് നടപ്പാക്കുന്ന മുറക്ക് മേൽ തീരുമാനം പുനഃപരിശോധിക്കാനും നിശ്ചയിച്ചു എന്നാണ് സമസ്ത പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ആയിട്ടും ബഹുമാനപ്പെട്ട നമ്മുടെ ഗുരുനാഥന്മാർ സമസ്തയുടെ മുശാവറ ഒരു വഴി തുറന്നു വെച്ചുകൊണ്ടാണ് വാതിലടച്ച് കുറ്റിയിട്ട് താഴിട്ട് പൂട്ടി പടിയടച്ച് പിണ്ടം വെച്ചിട്ടില്ല. ഇപ്പോഴും വാതിൽ ചാരി വെച്ചിട്ടേ ഉള്ളൂ. ആവശ്യം വരുമ്പോ തുറക്കാം. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് അത് തന്നെയാണ് പ്രതീക്ഷ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് വാഫി എന്ന പേരിട്ടിട്ടുള്ളത് എങ്കിൽ, വഫിയ എന്നത് അതിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഒരു നാമമാണെങ്കിൽ, ഈ സംവിധാനം വളാഞ്ചേരി മർക്കസിൽ സമസ്തയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് ബഹുമാനപ്പെട്ട PP മുഹമ്മദ് ഫൈലി ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ബുദ്ധിയിൽ നിന്ന് അത് ഉണ്ടായതാണെങ്കിൽ, ഈ വാഫി വഫിയ സംവിധാനത്തെ ബഹുമാനപ്പെട്ട ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, വഫാത്തായി പോയ സമസ്തയുടെ നേതാക്കളും പാണക്കാട്ട സാദാത്തുക്കളും ഹൈദർ അലി ശിഹാബ് തങ്ങൾ വരെയുള്ള മഹാന്മാരായ നേതാക്കൾ ഈ സംവിധാനത്തെ അവരൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സംവിധാനത്തെ സമസ്തയുടെ കീഴിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിന് ഇൻഷാ അല്ലാഹ് സമസ്തയും സമസ്തയുടെ പ്രവർത്തകരും പ്രതിജ്ഞാബദ്ധരാണ്. അതിനെ തകർക്കാൻ വരുന്ന ആളുകളെ അവരാണ് പുറത്താവുക. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കിയിരുന്ന് കാണാം. കുതന്ത്രശാലികൾ പുറത്താകും. ഈ സംവിധാനവും ഈ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സംവിധാനങ്ങളും സമസ്തയുടെ കീഴിൽ വരും. അത് വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം.
ഞങ്ങളുടെ പ്രതീക്ഷ. കുതന്ത്രത്തെ തകർന്ന് കാണിക്കാൻ ഞാൻ ഈ കാര്യം കൂടെ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതിനുള്ള ഉത്തരമാണ് പറയുന്നത്. ഏതാണ് ഈ 9 കാര്യങ്ങൾ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അങ്ങോട്ട് ആവശ്യപ്പെട്ട 9 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ വായിക്കാം. മുജത്തബ ഫൈദ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 8/12/2023 ഒരു കൊല്ലം കഴിഞ്ഞു. കഴിഞ്ഞ ഡിസംബർ മാസം 8-ാം തീയതിയാണ് ഈ സർക്കുലർ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ CIC-ക്ക് നൽകുന്നത്. മാന്യരെ, കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജ് CIC-യുമായും വാഫി വഫിയ സംവിധാനവുമായും ബന്ധപ്പെട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ 2023 ജൂൺ മാസം 1-ാം തീയതിയും 2023 7-ാം മാസം 31-ാം തീയതിയും ചേർന്ന സിറ്റിംഗിൽ സംയുക്തമായി കൈക്കൊണ്ട താഴെ പറയുന്ന 9 തീരുമാനങ്ങളിൽ CIC സെനറ്റ് യോഗം ചേർന്ന് അംഗീകരിച്ച് ആയത് വിവരം രേഖാമൂലം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുശാവറയെ 1 മാസത്തിനകം അറിയിക്കണമെന്ന് CIC-യോട് ആവശ്യപ്പെടാൻ 6/12/23 ചേർന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുശാവറ യോഗം തീരുമാനിച്ചിരിക്കുന്നു. അതായത് 2 സിറ്റിംഗിൽ, പല സിറ്റിംഗും നടന്നിട്ടുണ്ട്. അമീദ് ഫൈദ് ഉസ്താദ് പറഞ്ഞതുപോലെ 7 മസലത്തെ ചർച്ചകൾ നേരത്തെ നടന്നിട്ടുണ്ട്. ഇത് 2 ഉന്നത നേതാക്കൾ, സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ, ഷെയ്ഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദ്, MT ഉസ്താദ്, കൊയ്യോട് ഉസ്താദ് ഉൾപ്പെടെയുള്ള സമുന്നതരായ നേതാക്കൾ, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ആബിദ് ഹുസൈൻ തങ്ങൾ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കൾ, ഇവര് മണിക്കൂറുകൾ ചെലവഴിച്ച് 2 സിറ്റിംഗിൽ ഇത് ഡ്രാഫ്റ്റ് എഴുതി രേഖപ്പെടുത്തി. അത് മുശാവറയിൽ വെച്ചു. മുശാവറയും അംഗീകരിച്ചു. എന്നിട്ട് CIC-ക്ക് സമസ്ത ലെറ്റർ കൊടുത്തു. അതിൽ 1-ാമത്തെ ആവശ്യം ഞാൻ കൃത്യമായി വായിക്കാം. വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രം നടത്തപ്പെടേണ്ടതാണ്. ഇതങ്ങനെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നു നേരത്തെ. സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കേൾക്കും എന്ന്. അത് CIC-യുടെ ഭരണഘടനയിൽ നിന്ന് വെട്ടി സമസ്തയെ ഒഴിവാക്കി. സമസ്ത പറയുന്നു, സഹകരണം വേണമെങ്കിൽ സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അംഗീകരിക്കണം. അപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അവരെഴുതി കൊടുത്ത വാചകം എന്താണ്? വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് വിധേയമായും. അത് നേരത്തെ ഇവിടെ വിശദീകരിച്ചത്, നമ്മളൊക്കെ പല വേദികളിലും കേട്ടത്. സമസ്തയുടെ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്? പൊതുജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാറുണ്ട്, കർമ്മശാസ്ത്രപരമായി ഷാഫി, ഹനഫി, മാലിക്കി, ഹംബലി 4 മദ്ഹബും, വിശ്വാസപരമായി അശ്അരി, മാതുരീദി 2 വഴിയും. ഇതല്ലേ ഇവിടെ എല്ലാവരും അംഗീകരിക്കുന്ന, സുന്നികളൊക്കെ അംഗീകരിക്കുന്നതാണല്ലോ. അപ്പൊ സമസ്തയുടെ തീരുമാനവും സമസ്തയുടെ നിലപാടും സമസ്തയുടെ വഴിയും സമസ്തയുടെ നിർദ്ദേശവും അംഗീകരിക്കൂല. പക്ഷെ ഷാഫി മദ്ഹബും അശ്അരിയൊക്കെ അംഗീകരിച്ചോളാം, സമസ്തയുടെ സുന്നത്ത് ജമാഅത്ത് അംഗീകരിച്ചോളാം. ഇതാണ് ഒന്ന്. ഇനി 2-ാമത് ബഹുമാനപ്പെട്ട സമസ്ത എഴുതി കൊടുത്തത്, വാഫി വഫിയ സംവിധാനത്തിലെ അക്കാദമികമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രം നടത്തപ്പെടേണ്ടതാണ്. അതായത് 20-ലധികം നിർദ്ദേശങ്ങൾ എല്ലാ സ്ഥാപനങ്ങൾക്കും ജാമിയക്ക് നൽകി അത് ഉദ്ഘാടനം ചെയ്തു. മുശാവറ അംഗീകരിച്ച തീരുമാനങ്ങൾ ജാമിയ അത് ഏറ്റെടുത്തു. ഒരുപാട് സ്ഥാപനങ്ങൾ അത് ഏറ്റെടുത്തു. പക്ഷേ അത് അംഗീകരിക്കണമെന്ന് ഇവരോടും സമസ്ത ആവശ്യപ്പെടാണ്. അപ്പൊ എന്താ മറുപടി അറിയോ? അതിലെ അക്കാദമിക് പ്രവർത്തനങ്ങൾ മേൽ ആശയാദർശങ്ങൾക്ക് അനുസൃതമായും മാർഗനിർദ്ദേശങ്ങൾ മാനിച്ച് നടത്തപ്പെടുന്നതാണ്. ഏതാ മേൽ ആശയങ്ങള്? സമസ്ത അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്ത്, അതായത് സമസ്തയുടെ ആ 20-ലധികം നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. പിന്നെയോ സമസ്ത അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്ത്, അതായത് ഷാഫി മദ്ഹബും ഹംബലി മദ്ഹബും അതേപോലെ അശ്അരി, മാതുരീദി ഇതൊക്കെ അംഗീകരിച്ചോളാം. സമസ്തയുടെ ആ 20-ലധികം നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. 3-ാമത്തത്, മേൽ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് സമസ്ത നിയോഗിക്കുന്ന സമിതിയുമായി എല്ലാ വാഫി വഫിയ സ്ഥാപനങ്ങളും സഹകരിക്കേണ്ടതാണ്. സമസ്ത അങ്ങോട്ട് കൊടുത്തതാണ്, അതായത് മസലത്ത് സമിതിയും കൂടെ അങ്ങോട്ട് കൊടുത്തതാണ് 3-ാമത്തത്. അപ്പൊ 3-ാമത്തത് 4-ാം നമ്പറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അവർക്ക് നമ്പർ പഴച്ചതായിരിക്കും. മേൽ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് CIC പ്രതിജ്ഞാബദ്ധമാണ്. അക്കാര്യത്തിൽ സമസ്ത നിയോഗിക്കുന്ന സമിതിയുമായി CIC സഹകരിക്കുന്നതാണ്. ഇതിലെ ചതി എവിടെയെന്നറിയോ?
മേൽക്കാര്യങ്ങൾ ഇവരെഴുതി കൊടുത്ത മേൽക്കാര്യങ്ങളാ. അതായത് ഇവരെ ലെറ്റർ പേഡിൽ ഇവരെഴുതി കൊടുത്ത മേൽക്കാര്യങ്ങൾ, സമസ്ത പറഞ്ഞ മേൽക്കാര്യങ്ങളല്ല. ഇവര് പറഞ്ഞ മേൽക്കാര്യങ്ങൾ, ആ മേൽക്കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് CIC പ്രതിജ്ഞാബദ്ധമാണ്. അക്കാര്യത്തിൽ സമസ്ത നിൽക്കുന്ന സമിതിയുമായി CIC സഹകരിക്കുന്നതാണ്. സമസ്ത ആവശ്യപ്പെട്ടതോ മേൽ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് സമസ്ത നിയോഗിക്കുന്ന സമിതിയുമായി എല്ലാ വാഫിയോപയ സ്ഥാപനങ്ങളും സഹകരിക്കണം എന്നാ. CIC മാത്രം സഹകരിച്ചാൽ പോരാ, എല്ലാ സ്ഥാപനങ്ങളും സഹകരിക്കണം. അപ്പൊ അതിനവിടെ ചെറിയ ഒരു തിരുത്ത് വരുത്തി. എന്നിട്ട് ഈ ഒരു ചെറിയൊരു തരികിട നാലാമത് സമസ്ത എഴുതി കൊടുത്തത്, മേൽക്കാര്യങ്ങൾക്ക് വിരുദ്ധമായവ CICയുടെ നിയമാവലിയിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. ഇവര് മൂന്നാം നമ്പറായിട്ട് അതിന് മറുപടി, മേൽക്കാര്യങ്ങൾക്ക് വിരുദ്ധമായവ CICയുടെ നിയമാവലിയിൽ ഉണ്ടായിരിക്കുന്നതല്ല. ഇനി ഇത് രണ്ടും തമ്മിലുള്ള ഈ ചതി മനസ്സിലാക്കണം. സമസ്ത പറയുന്ന മേൽക്കാര്യങ്ങൾക്ക് വിരുദ്ധമായവ എന്ന് പറഞ്ഞാല് സമസ്തയുടെ ലെറ്റർ പേഡിൽ സമസ്ത നമ്പർ ഇട്ട് പറഞ്ഞ ആദ്യത്തെ 3 കാര്യങ്ങളാ. അതാണ് ഇവിടെ പറഞ്ഞ മേൽക്കാര്യങ്ങൾ. ഇവര് പറഞ്ഞ മേൽക്കാര്യങ്ങൾ ഏതാ? അവരവർ ലെറ്റർ പേഡിൽ കൊടുത്ത മേൽക്കാര്യങ്ങളാ. ഇതിന്റെ ആ ഗുട്ടൻസ് മനസ്സിലാക്കണം. ഭയങ്കര ബുദ്ധി കൂടിയ ആളുകളാണല്ലോ. അങ്ങനെ അതിലും ചതി നടത്തി. ഇനി അഞ്ചാമത്തെ കാര്യം, മേൽക്കാര്യങ്ങൾക്ക് CIC സെനറ്റ് അംഗീകരിച്ച അക്കാര്യം രേഖാമൂലം സമസ്തയെ അറിയിക്കേണ്ടതാണ്. അതിന് മറുപടി ഒന്നുമില്ല, അത് അറിയിച്ചതാണ് അവരിത്, അത് അറിയിച്ചതാണ്. ആറാമത്തെ കാര്യം, ഇത് സംബന്ധമായ തീരുമാനം 6/6/2026 ചൊവ്വാഴ്ചക്ക് ശേഷം പ്രഖ്യാപിക്കുന്നതാണ് എന്ന് സമസ്ത പറഞ്ഞു. അത് പ്രഖ്യാപിക്കാൻ ഇവർ കൃത്യമായി ഇത് അംഗീകരിച്ചു പറഞ്ഞ മറുപടി കൊടുത്താലല്ലേ പ്രഖ്യാപനം വരുള്ളൂ. അത് കഴിഞ്ഞ മാസം 2023 ജൂൺ 6-ാം തീയതി കട്ട് ഓഫ് ഡേറ്റ് വെച്ചിരുന്നത്. പക്ഷേ മറുപടി കൊടുത്തിട്ടില്ല, അതുകൊണ്ട് സമസ്തക്ക് പ്രഖ്യാപിക്കാനും സാധിച്ചില്ല. ഏഴാമത്തെ തീരുമാനം, CIC സംബന്ധമായും വാഫിയോഫിയ സംവിധാനവുമായും എന്തെങ്കിലും തർക്കമുണ്ടായാൽ ആ വിഷയത്തിൽ അന്തിമ തീരുമാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറക്കായിരിക്കുന്നതാണ്. ഏഴാമത്തതിന് മറുപടിയില്ല. ഇതൊക്കെ സത്യത്തിൽ നമ്മളൊക്കെ എത്ര സന്തോഷത്തിലാണ്. ഏത് സ്ഥാപനങ്ങളുടെ ഭരണഘടനക്കും, മഹല്ലുകളുടെ ഭരണഘടനക്കും, മദ്രസകളുടെ ഭരണഘടനക്കും, നമ്മുടെ സംഘടനകളുടെ ഭരണഘടനക്കും അതിലൊക്കെ എഴുതി വെക്കുന്ന ഒരു അവസാനം പറയുന്ന ഒരു വാക്കാണിത്, തർക്കമുണ്ടായാൽ അന്തിമ തീരുമാനം സമസ്ത മുശാവറക്കായിരിക്കും. നമ്മളൊക്കെ അത് അഭിമാനത്തോടെ ഉൾക്കൊള്ളുന്നവരല്ലേ. ഇവരതിന് മറുപടി പോലും കൊടുക്കാൻ തയ്യാറായില്ല. എട്ടാമത്തതിന് മറുപടി, എട്ടാമത്തത് സമസ്ത അങ്ങോട്ട് കൊടുത്തത്, മേൽ ക്ലോസ് CICയുടെ നിയമാവലിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഒമ്പതാമത്തത്, CIC സെനറ്റിലും സിൻഡിക്കേറ്റിലും സമസ്ത മുശാവറ നിർദ്ദേശിക്കുന്ന പ്രതിനിധികളെ ഉൾപ്പെടുത്തേണ്ടതാണ്. CICയുടെ സെനറ്റിലും സിൻഡിക്കേറ്റിലും സമസ്ത നിർദ്ദേശിക്കുന്ന പ്രതിനിധികളെ, മുശാവറ നിർദ്ദേശിക്കുന്ന പ്രതിനിധികളെ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇതിനൊക്കെ കൂടെയുള്ള ഒരു മറുപടി എന്താണെന്നറിയോ? 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമുള്ള ഭരണഘടന അനുസരിച്ചാണ് CIC പ്രവർത്തിക്കുന്നത്. മേൽ ഭരണഘടന പ്രകാരം നിലവിൽ തന്നെ സമസ്ത മുശാവറ അംഗങ്ങളും പണ്ഡിതന്മാരും ഉമറാക്കളും CIC ബോഡികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഭരണഘടന പ്രകാരം ഇനിയും മെമ്പർമാർക്ക് അംഗമാവുന്നതാണ്. മുശാവറ നിർദ്ദേശിക്കുന്ന ആളുകളെ സെനറ്റിലും സിൻഡിക്കേറ്റിലും ഞങ്ങൾ ഉൾപ്പെടുത്തൂല. ഞങ്ങൾക്ക് വലുത് 1860 സൊസൈറ്റി ആക്ട് പ്രകാരമുള്ള ഞങ്ങൾ തീരുമാനിച്ച, ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത ഭരണഘടനയാണ്. ഈ 860 രജിസ്റ്റർ ചെയ്തതല്ല, സൊസൈറ്റി ആക്ട് 860 മുതൽ തുടങ്ങുന്നതാണ്. ഇവരെ ഭരണഘടന രജിസ്റ്റർ ചെയ്ത് പിന്നെ ഭരണഘടന തിരുത്തി സമസ്തക്ക് വെട്ടി ഒഴിവാക്കി. ഇപ്പൊ നിലവിലുള്ള ഭരണഘടന സമസ്തയെ വെട്ടി ഒഴിവാക്കിയ ഭരണഘടനയാണ്, തിരുത്തിയിട്ടില്ല. ഇപ്പൊ നിലവിലുള്ള ഭരണഘടന സമസ്തയുടെ പ്രസിഡന്റിനെ ഉപദേശ സമിതിയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനയാണ്, തിരുത്തിയിട്ടില്ല. ഈ ഭരണഘടന പ്രകാരം ഇനിയും ആളുകൾക്ക് കയറി വരാവുന്നതാണ്. സമസ്ത മുശാവറ നിർദ്ദേശിക്കുന്ന ആളുകളെ സെനറ്റിലും സിൻഡിക്കേറ്റിലും ഉൾപ്പെടുത്തൂല എന്നാണ് അതിന് മറുപടി. പിന്നെ ആറാമത്തെ നമ്പറായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്, വിശ്വാസ കാര്യങ്ങളിൽ സമസ്ത അംഗീകരിച്ചു വരുന്ന സുന്നി വിശ്വാസ ആചാര രീതികൾ പിന്തുടരാൻ ഈ സംവിധാനം പ്രതിജ്ഞാബദ്ധമാണ്. മേൽക്കാര്യം നിയമാവലിയിൽ ഉള്ളതാണ്. നേരത്തെ പറഞ്ഞ പിന്നെ അടിവരയിട്ട് ആവർത്തിക്കുക. അതായത് സമസ്ത അംഗീകരിക്കുന്ന സുന്നി വിശ്വാസ ആചാര രീതികൾ കൃത്യമായി പറഞ്ഞാൽ സമസ്ത അംഗീകരിക്കൂല. സമസ്ത അംഗീകരിക്കുന്ന സുന്നി വിശ്വാസവും ആചാരവും അംഗീകരിക്കുക. ഇത് ഞങ്ങളുടെ നിയമാവലിയിലുണ്ട്. അതായത് മേൽ ക്ലോസ് CICയുടെ നിയമാവലി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞല്ലോ, അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഈ ഭരണഘടന അവർ തിരുത്താൻ തയ്യാറല്ല. ഈ 9 നിർദ്ദേശങ്ങൾ അവര് ഈ നിമിഷം വരെ അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ മറുപടി കൊടുത്തത് ഡേറ്റ് അവരുടെ ലെറ്റർ പേഡ്, CIC ലെറ്റർ പേഡില് 13/12/23 CIC വൈസ് പ്രസിഡന്റ് PSH തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന CIC പ്രവർത്തക സമിതി അഥവാ സിൻഡിക്കേറ്റ് അടിയന്തര യോഗ തീരുമാനം നമ്പർ 5 എന്ന് പറഞ്ഞു നമ്പർ ഇട്ടുകൊണ്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ ഇത് സമസ്തക്ക് കൊടുത്തത്. കൊടുത്ത ഡേറ്റ് 26/12/23.
കഴിഞ്ഞ കൊല്ലം കൊടുത്തതാ. നമ്മൾ ഇതുവരെ ഇത് എണ്ണി എണ്ണി പറഞ്ഞിട്ടില്ലല്ലോ. എന്തുകൊണ്ട്? എങ്ങനെയെങ്കിലും മസ്ലഹത്തിൽ തീരുമാനിക്കട്ടെ എന്ന് കരുതി. പക്ഷെ ഞങ്ങൾക്ക് ഇനിയും പ്രതീക്ഷയുണ്ട്. ഈ 9 തീരുമാനങ്ങൾ അപ്പടി അംഗീകരിക്കണമെന്ന് പറയുന്നത് സമസ്തയുടെ വാശിയല്ല. ഈ ഉമ്മത്ത് ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന സമസ്തയുടെ മുശാവറയും മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കളും കുഞ്ഞാലിക്കുട്ടി സാഹിബും സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും ഉൾപ്പെടെ നിരന്തരമായി യോഗം ചെയ്ത് അവരുടെ മണിക്കൂറുകൾ മെനക്കെടുത്തി ഒരു ഐക്യത്തോടെ ഭദ്രമായി ഈ സംവിധാനം സമസ്തക്ക് കീഴിൽ വളർന്നതാണ്. സമസ്തയുടെ ആശീർവാദത്തിൽ വളർന്നതാണ്. സമസ്തയുടെ കീഴിലാണ് എന്ന് കരുതി രക്ഷിതാക്കൾ കുട്ടികളെ കൊണ്ട് ചേർത്തതാണ്. സമസ്തയുടെ കീഴിലാണെന്ന് കരുതി ആളുകൾ സംഭാവന കൊടുത്തതാണ്. അത് സമസ്തയുടെ കീഴിൽ 100% മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് ഇവര് തയ്യാറാക്കിയ ഈ 9 നിയമാവലി ദയവ് ചെയ്ത് CIC-യുടെ വക്താക്കൾ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചെങ്കിലും ഈ അവസാന നിമിഷം ഇന്നാണ് സമസ്തയുടെ സമുന്നതര നേതാക്കളെ സ്വാദിഖ് അലി തങ്ങൾ വിളിച്ചു പറഞ്ഞത്, ഞാൻ അവരെ കൊണ്ട് അംഗീകരിപ്പിക്കാമെന്ന്. അതുകൊണ്ട് CIC-ക്കാർ ദുർവാശി വെടിയണം. ആരൊക്കെയാണോ ആ ബോഡിയിലുള്ളത് നിങ്ങൾ സെനറ്റ് കൂടി പാസ്സാക്കണം. നിങ്ങൾ തീരുമാനിക്കണം, നടപ്പാക്കണം. ഭരണഘടന തിരുത്തണം. സമസ്തയെ നിങ്ങൾ ഉൾക്കൊള്ളണം. സമസ്തയെ അംഗീകരിക്കണം. അപ്പൊ മുശാവറ നിങ്ങൾ അംഗീകരിക്കും. പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ വഫിയ സംവിധാനത്തിന് പേര് നൽകിയിട്ടുണ്ടെങ്കിൽ, സമസ്തയുടെ മുശാവറ നിങ്ങളെ അംഗീകരിച്ച് ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനങ്ങളും CIC-യും വഫിയ സംവിധാനവും നമുക്കൊക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. 100ാം വാർഷികത്തിന്റെ വേദിയിൽ നമുക്കൊക്കെ ഒരുമിച്ചിരിക്കണം. അതാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ഈ വാശി വെടിയണം എന്ന് വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.